അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജവീദിന്റെ വർക്ക് ബുക്കിന്റെയും 13ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. മദ്ദുല്ലീൻ. മദ്ദു ഫറയിന്റെ അവസാനത്തെ ഇനമായ 5ാമത്തെ ഇനമായ മദ്ദുല്ലീൻ, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മദ്ദുല്ലീന്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് മദ്ദുല്ലീൻ ഉണ്ടാകുന്നത്, ചേർത്തി ഓതുമ്പോൾ മദ്ദീൻ ഉണ്ടാകുന്നതല്ല. ഇത് 3 അലിഫ് വരെ നീട്ടാമെങ്കിലും 1 അലിഫിന്റെ ഖദറായി ചുരുക്കലാണ് നല്ലത്. മുതിർന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുറൈഷ്. ഇവിടെ ഖുറൈഷ് അതിലെ ലീനക്ഷരമാകുന്ന യാഇന്റെ ശേഷം ഖുറൈഷ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ഉണ്ടാകുന്നു. അതുകൊണ്ടത് മദ്ദുല്ലീനാണ്. അത് ചേർത്തി എഴുതുമ്പോൾ മദ്ദുല്ലീൻ ഉണ്ടാകുന്നതുമില്ല. ഉദാഹരണമായി ലഇലാഫി ഖുറൈഷിൻ ഇലാഫിഹിം, ഇങ്ങനെ ചേർത്തി എഴുതുമ്പോൾ മദ്ദുല്ലീൻ ഉണ്ടാകുന്നതല്ല. إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ലീനക്ഷരം എന്ന് പറയുന്നത് 2 അക്ഷരമാണ്, യാവും വാവും. ഇവക്ക് ശേഷം സുക്കൂൻ വരികയാണെങ്കിൽ അവിടെ മദ്ദുലീനാണ് ചെയ്യേണ്ടത്. സൂറത്ത് ഖുറൈശിലെ എല്ലാ ആയത്തുകളുടെ അവസാനം നോക്കൂ, ലീനക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലോ. ലീനക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ നൽകിയാണ് നാം വഖഫ് ചെയ്തത്. ഇങ്ങനെ ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ഇതിനെ 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫിന്റെ ഖദറായി ചുരുക്കലാണ് നല്ലത്. അൽ മദ്ദുൽ ഫറഇ ഒറ്റ നോട്ടത്തിൽ 5 മദ് ഫറഇ 5 ഇനമാണ്. അതൊന്ന് മൊത്തത്തിൽ നിന്ന് പറയാം. 1ാമത്തെ മുത്തസിൽ. മദ്ദക്ഷരത്തിന്റെ ഉടനെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്നു. നമുക്ക് നമ്മൾ മുമ്പത്തെ ചാപ്റ്റേഴ്സ് പറഞ്ഞതാണ്. മുൻഫസിൽ. മദ്ദക്ഷരത്തിന്റെ ഉടനെ അടുത്ത കലിമത്തിൽ ആദ്യാക്ഷരമായി ഹംസ വന്നാൽ ഉണ്ടാകുന്നു. ലാസിം. മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായി സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്നു. ആരിദ്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്നു. ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്നു. ദഫ്തർ ത്വാലിബ് നോക്ക് ദിരിബാത്തുകൾ ചെയ്യുക. മദ് ഫറൈനേക്കാൾ വിശദമായി പഠിച്ചതാണ്. തഖ്സീസ് 1. നഖറ സൂറത്ത് ശൂറ 45 മുതൽ 53 വരെ ആയത്തുകൾ. സൂറത്തു സുഖ്റുഫ്, അതുപോലെ സൂറത്തു സുഖ്റുഫ്. വനക്തശിഫു മിൻഹുമ അൻവാഅൽ മദ്, മദ്ദിന്റെ ഇനങ്ങളൊക്കെ കണ്ടെത്താം. 2ാമത്തെ നഹ്ഫൽ സൂറത്തുൽ ഗാശിയ വൽ അദ്കാർ. ഗാശിയ സൂറത്ത് പഠിക്കാതെ പോലെ മറ്റു ദിക്റുകളും പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് വർക്ക് ബുക്ക് വായിക്കാം. 1 നുൻഷിദു. മദ്ദുല്ലീനെ കുറിച്ചൊരു പാട്ടാണ്. മദ്ദുല്ലീനി പഠിക്കണം, സ്വൈഫിലെ മദ്ദിനെ നോക്കണം. ലീനിൻ ഹർഫിൻ പിറക സുക്കൂൻ പുതുതായി വരുന്നുണ്ടോർക്കണം. 2ാമത്തെ വർക്ക് നക്തഷിഫു മദ്ദല്ലീൻ. മദ്ദല്ലീനെ മനസ്സിലാക്കാം താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ. അലം നജഅൽ ലഹു ഐനൈൻ. ഐനൈൻ എന്നതിലെ ലീനക്ഷരമാകുന്ന യാഇന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ട് അവിടെ മദ്ദല്ലീനാണ്. ഓരോ ആയത്തിന്റെ അവസാനം ഇങ്ങനെ വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ ഖാലൂ ലാ ളൈർ ഇല്ലാ ഇഹ്ദൽ ഹുസ്നൈൻ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തൊക്കെ മദ്ദുല്ലീന വരുന്നത്. 3 അലിഫ് വരെ നീട്ടാമെങ്കിലും 1 അലിഫിന്റെ ഖദർ ചുരുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി 3ാമത്തെ വർക്ക് നുജീബ് ഉത്തരം എഴുതാനാണ്. 1ാമത്തെ ചോദ്യം, മദ്ദുല്ലീനി എന്നാൽ എന്ത്?
ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖുർആൻ നിയമങ്ങളൊക്കെ പാലിച്ചു ഓതാനുള്ള ഭാഗ്യം തൗഫീഖൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.